നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. അപ്പോൾ ഇടുക്കി കാഴ്ചകളുടെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇടുക്കി ഡാമിലെ ബോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവിടുത്തെ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇടുക്കിയിലെ വേറെ കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഇടുക്കി കാഴ്ചകളുടെ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണുന്നത് ഇടുക്കിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റ് കാൽവരി മൗണ്ട് ആണ്. ഇടുക്കി ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഇങ്ങോട്ട്. കാൽവരി മൗണ്ടിലേക്കുള്ള കയറ്റം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വണ്ടിയിൽ തന്നെ കാറിലോ ജീപ്പിലോ ഒക്കെ നമുക്ക് ഈ കാൽവരി മൗണ്ടിൻ്റെ മുകളിലേക്ക് എത്താം. സീ ലെവലിൽ നിന്ന് 4000 അടിക്ക് മുകളിലാണ് ഈ കാൽവരി മൗണ്ട്. മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മെയിനായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാൽവരി മൗണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കുരിശുമല തീർത്ഥാടനം തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കാൽവരി മൗണ്ട് എന്ന പേര് വന്നത്. അതിനു മുമ്പ് ഇതിൻ്റെ പേര് കല്യാണത്തണ്ടെന്നായിരുന്നു. ഇതിൻ്റെ എൻട്രൻസ് കടന്ന് നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോഴാണ് പാർക്കിങ്ങും, അവിടുന്ന് പിന്നെയും കുറച്ചുകൂടി മുന്നോട്ടൊക്കെ പോകുമ്പോഴാണ് ഈ കുരിശുമലയൊക്കെ ഉള്ളത്. അവിടെ കല്യാണത്തണ്ട് മല ട്രെക്കിങ്ങും ഉണ്ട്. ഇങ്ങോട്ട് എൻട്രി ഉള്ളത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് റേറ്റ്. വെയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ എത്തുന്നതായിരിക്കും നല്ലത്, കാരണം ആ സമയത്തായിരിക്കും ഏറ്റവും നല്ല വ്യൂ. അങ്ങോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ളൊരു കിടിലം വ്യൂ ആണ് കാണാൻ പറ്റുക. ഈ സമയത്ത് ഇവിടെ ചെറിയ കോടയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അധികം കോട ഇല്ലാത്തത് കൊണ്ട് വ്യൂ ഒന്നും മാഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഇടുക്കി ഡാമിൻ്റെ റിസർവോയറും അതിൻ്റെ ചുറ്റുമുള്ള ഏരിയയൊക്കെയാണ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുക. കുളുക്ക് മലയുടെയും ആനമുടിയുടെയൊക്കെ ദൂരെ നിന്നുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കയറ്റം കയറി വരുമ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ ഇത്രയും നല്ലൊരു വ്യൂ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക പോലുമില്ല. ഇതിവിടെ കാണുന്ന ഒരു തരം കുറിഞ്ഞിയാണ്, കരിങ്കുറിഞ്ഞി. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ കുന്നിൻ്റെ താഴോട്ട് കുറച്ചുകൂടി ഒന്ന് പോകാൻ പറ്റും. ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ചെറിയൊരു വഴി പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇറക്കം ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അടുത്തായിട്ട് ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതിരാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെയാണ് ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. അപ്പോൾ ആ സമയത്തായിരിക്കും കോടമഞ്ഞും നല്ല തണുപ്പും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന അവിടെ ആയിട്ട് കുറച്ച് കോട്ടേജസ് ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് കോട്ടേജസ് ഒക്കെ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിരാവിലേക്ക് എഴുന്നേറ്റ് നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും. മരങ്ങളും ചെടികളൊന്നും ഇല്ലാതെ കുറച്ച് മണ്ണ് മാത്രമായിട്ട് കാണുന്ന ഏരിയയൊക്കെ ഡാമിൽ വെള്ളം കൂടുന്ന സമയത്ത് വെള്ളം കയറുന്ന പാടാണ്. അങ്ങനെ കാൽവരി മൗണ്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ അടുത്ത യാത്ര അഞ്ചുരുളിയിലേക്കാണ്. അഞ്ചുരുളി ജംഗ്ഷനിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ അഞ്ചുരുളി ടണലെത്തും. ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കടകളുണ്ട്, വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് വലിയൊരു ഫ്ലെക്സ് കാണാം. ഇടുക്കിയിലെ മേജറായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. മാലിന്യമുക്ത അഞ്ചുരുളി എന്നൊക്കെ ഇവിടെ ബോർഡൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ പലരും അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് താഴോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അഞ്ചുരുളി ടണലിൻ്റെ അവിടെ എത്താം. ഇവിടെ അങ്ങനെ എൻട്രൻസ് ഫീ ഒന്നുമില്ല. അങ്ങോട്ട് പോണ വഴിക്ക് തന്നെ നമുക്ക് കാണാം ഈ അഞ്ചുരുളി ടണലിൽ നിന്നുള്ള വെള്ളം ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിലേക്ക് ഒഴുകണത്. പിന്നെ അതുപോലെ ഇവിടെ KCBയുടെ ഒരു വാർണിങ്ങിൻ്റെ ഫ്ലെക്സ് ഒക്കെ കാണാം, ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കാണുന്നത് ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗമാണ്. ഇതാണ് അഞ്ചുരുളി ടണൽ. വെള്ളം കുറവുള്ള സമയമാണിത്. വെള്ളം കൂടുന്ന സമയത്ത് ഇങ്ങോട്ടാർക്കും കടക്കാൻ പറ്റില്ല. ഒരാൾ പൊക്കത്തിലൊക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ ഇവിടെ ഈ സ്ഥലത്തിന് അഞ്ചുരുളി എന്ന് പേര് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡാമിൽ വെള്ളം കുറയുന്ന സമയത്ത് ഈ റിസർവോയറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 മലകൾ ഉരുളി കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് പറയുന്നത്. ഈ വെള്ളത്തിൽ കൂടി വേണം നമുക്ക് ടണലിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട്.
അപ്പോൾ ഈ പാറയിലൊക്കെ നല്ല വഴുക്കലുണ്ട്, നന്നായിട്ട് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഇന്ത്യയിൽ തന്നെ ഒറ്റ പാറയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് ഈ അഞ്ചുരുളി. 5 കിലോമീറ്റർ നീളവും 24 അടി ഡയമീറ്ററുമാണ് ഈ ടണലിന്. അഞ്ചുരുളി ടണലിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളത് ഇരട്ടയാറാണ്. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി റിസർവോയറിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ചുരുളി ടണൽ പണിതത്. അഞ്ചുരുളി സൈഡിൽ നിന്നും ഇരട്ടയാർ സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ ടണലിൻ്റെ പണി തുടങ്ങിയിട്ട് 2 ടണൽസ് കൂടി ജോയിൻ ചെയ്യുമായിരുന്നു ചെയ്തത്. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ ടണൽ. അതായത് ഈ മലയ്ക്ക് ഏകദേശം ഒരു 2000-ഓളം അടി ഉയരമുണ്ട് ഈ ഭാഗത്ത്. ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് കടക്കരുതെന്നാണ് വാർണിംഗ് നമ്മൾ നേരത്തെ കണ്ടത്. അഞ്ചുരുളിയിൽ നിന്ന് ഇരട്ടയാറിലേക്ക് ടണലിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ നോക്കിയിട്ടുള്ളവർക്ക് ജീവന് തന്നെ അപകടം ഉണ്ടായിട്ടുണ്ട്. ടണലിൻ്റെ അറ്റത്തായിട്ട് വെളിച്ചം കാണുന്നത് ഇരട്ടയാർ സൈഡിലെ ഓപ്പണിംഗ് ആണ്. അതായത് 5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരുന്ന വെളിച്ചമാണ്. ഈ ടണലിൻ്റെ അകത്തുകൂടി അപ്പുറത്തേക്ക് പോകരുതെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന് ആഴം കൂടും, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓക്സിജൻ ലെവൽ കുറവായിരിക്കും, പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ പാമ്പുകളും ഉണ്ടാവും. ഡാമിൽ വെള്ളം കൂടുന്ന സമയത്ത് ഇവിടെ നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും. അവിടെ നിന്ന് നമ്മൾ പോയത് അഞ്ചുരുളിയിൽ വെള്ളം ഒഴുകിയെത്തുന്ന ഡാം റിസർവോയറിൻ്റെ ഭാഗത്തേക്കാണ്. അഞ്ചുരുളി മുനമ്പെന്നാണ് അതിൻ്റെ പേര്. കാടിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക. സാധാരണഗതിയിൽ ആർക്ക് വേണമെങ്കിൽ ഈ കാട്ടുവഴിയിലൂടെ പോകാമെങ്കിലും ഒരു ഫോറസ്റ്റ് ഗൈഡിനെ കൂട്ടിയോ അല്ലെങ്കിൽ അവരുടെ അറിവോട് കൂടിയൊക്കെ ഈ വഴി പോകുന്നതായിരിക്കും നല്ലത്. റോഡിൽ നിന്ന് മാക്സിമം ഒരു 15 മിനിറ്റ് നേരം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ഈ കാണുന്നതാണ് അഞ്ചുരുളി ടണലിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന ഇടുക്കി ഡാം റിസർവോയറിൻ്റെ ഭാഗം. അഞ്ചുരുളി മുനമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം ഇതാണ്. അപ്പുറത്തെ സൈഡിൽ ദൂരെ അഞ്ചുരുളി ടണലിന് വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മലകളും ഒക്കെ ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം നമുക്കങ്ങനെ വെള്ളത്തിൻ്റെ ആഴം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്ത് നല്ല ആഴം ഉണ്ടായിരിക്കും. അതുപോലെ താഴെ പാറയുണ്ടെങ്കിൽ നല്ല സ്ലിപ്പറി ആയിരിക്കും. ഡാമിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഉണ്ടായ തട്ടുകളാണ് ഈ കാണുന്നത്. അങ്ങനെ അഞ്ചുരുളി മുനമ്പൊക്കെ കണ്ട് നമ്മുടെ അടുത്ത യാത്ര അയ്യപ്പൻ കോവിലേക്കാണ്. ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിൽ ഒന്നുള്ളത്. 2010 ഇതിൻ്റെ പണി തീർന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഇടുക്കിയിൽ വന്നിട്ട് ഇവിടുത്തെ മഴ കണ്ടില്ല എന്നുള്ള പരാതി ഇതോടെ തീർന്നു. 200 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. ഇതിന് അയ്യപ്പൻ കോവിലിൻ്റെ പേര് വരാൻ കാര്യം ഈ തൂക്കുപാലത്തിൻ്റെ അപ്പുറത്തായിട്ട് പെരിയാറിൻ്റെ തീരത്ത് 1500 വർഷത്തോളം പഴക്കമുള്ളൊരു ശാസ്താ ക്ഷേത്രം ഉള്ളതുകൊണ്ടാണ്. അവിടുത്തെ ശാസ്താ വിഗ്രഹം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നാണ് ഐതിഹ്യം. പക്ഷേ ഇവിടം വരെ വന്നിട്ട് മഴയും സമയക്കുറവും കാരണം ക്ഷേത്രം കാണാൻ പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അടുത്ത തവണ വരുമ്പോൾ കാണാം. ഇപ്പോൾ വെള്ളം കുറവുള്ള സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പാലത്തിൻ്റെ താഴെയൊക്കെ നിറയെ വെള്ളമായിരിക്കും, വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല. ആ സമയത്തൊക്കെ വള്ളത്തിലായിരിക്കും അമ്പലത്തിലേക്ക് പോകാൻ പറ്റുക. ഡാമിലെ വെള്ളം കൂടുമ്പോൾ ശ്രീകോവിൽ ഒഴിച്ച് ബാക്കി ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വെള്ളത്തിൻ്റെ താഴെയായിരിക്കും. കുറേ പ്രത്യേകതകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ അയ്യപ്പൻ കോവിൽ. ഹൈ റേഞ്ചിൽ ആദ്യത്തെ കുടിയേറ്റ ഗ്രാമമാണിത്. ഇന്ത്യയിൽ ആദിവാസി സമൂഹത്തിൽ രാജഭരണം നിലനിൽക്കുന്ന 2 സ്ഥലങ്ങളേ ഉള്ളൂ. അതിൽ സൗത്ത് ഇന്ത്യയിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ, കോവിൽമല രാജാവ്. അതിവിടെയാണ്.
ഡാമിലെ വെള്ളം കുറവുള്ള സമയത്ത് മാത്രമേ ഈ പാലത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും ഇങ്ങനെ താഴെ പച്ചപ്പ് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിറയെ വെള്ളമായിരിക്കും. അങ്ങനെ ഇടുക്കി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരുപാട് കടകളുണ്ട്. തേയിലയും സ്പൈസസും ഓയിൽസും അതുപോലെ തന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സൊക്കെ ഇവിടെ കിട്ടും. ഇടുക്കിയിൽ കാണാനായിട്ട് കാഴ്ചകൾ ഇനിയും ബാക്കിയാണ്, അതൊക്കെ പിന്നത്തേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ചെറിയൊരു മഴയും നല്ല കോടമഞ്ഞൊക്കെ ഉള്ള കാരണം സംഭവം അടിപൊളിയായി. തിരിച്ച് ചെറുതോണി വഴി വരുമ്പോൾ പഴയ ആ ചെറുതോണി ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ആ പാലമൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ പ്രളയത്തിൻ്റെ ഓർമ്മകളാണ് വരുന്നത്. പാലമൊക്കെ അതിന് ശേഷം പണിതതാണ്. ഇവിടെ ഈ വെള്ളം ഒഴുകിയ പാടും അതുപോലെ തന്നെ ഈ പാലമൊക്കെ കാണുമ്പോൾ അന്ന് പ്രളയത്തിൻ്റെ സമയത്ത് ഒരു ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ട് പോലീസുകാരൊക്കെ ഓടി ആ ഒരു കാഴ്ചയാണ് പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോലും ഇല്ല, അത് ഈ വഴി ആർക്കും കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അന്നത്തെ ആ വലിയൊരു ട്രോമയിൽ നിന്ന് എല്ലാവർക്കും അങ്ങനെ മുഴുവനായിട്ട് പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇടുക്കിക്കാരത് മാക്സിമം ഓവർകം ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പഴയ ബസ് സ്റ്റാൻഡ് ഇരുന്ന സ്ഥലവും അതുപോലെ തന്നെ ഒഴുകിപ്പോയ സ്ഥലങ്ങളും എല്ലാം പഴയ പോലെ നോർമലായിട്ട് വരുന്നുണ്ട്. ഇടുക്കി കാഴ്ചകളുടെ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ തീരുവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്